ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ലൈറ്റ് സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗാമ കറക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും നേരിട്ടിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഗാമയുടെ ഒരു പ്രോബ്ലം. അതായത് നമ്മൾ റെൻഡർ വിൻഡോയിൽ നിന്ന് നമ്മളൊരു റെൻഡർ ഔട്ട്പുട്ട് സേവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഔട്ട്പുട്ട് ഇതായി റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് നോർമലായിട്ട് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഒരു സീൻസ് റെൻഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് നമ്മൾ നോർമൽ സേവ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാണ്. ഞാൻ എന്തായാലും സേവിൽ പോകുന്നു. അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ 01 എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. അതേപോലെ നമുക്ക് ഏത് ഫോർമാറ്റാണോ ആ ഒരു ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കത് സേവ് ചെയ്യാം. ഇനി സേവ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് മിക്കവരും ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോബ്ലമാണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ റെൻഡർ വിൻഡോയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സേവിൽ വീണ്ടും പോവുക. സേവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണൊരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ മറ്റൊരു പേര് കൊടുക്കുകയാണ്, 02 എന്നൊരു പേര് കൊടുത്തതിന് ശേഷം ഏത് ഫോർമാറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗാമ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. ഈ ഓട്ടോമാറ്റിക് റെക്കമെൻഡഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് ഓവർറൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മളിപ്പോൾ രണ്ടാമത് സേവ് ചെയ്ത 02 എന്ന് പറഞ്ഞ് സേവ് ചെയ്ത ഫയലാണത്. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ റെൻഡർ വിൻഡോയിൽ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടി. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ റെൻഡർ വിൻഡോയിലിരിക്കുന്ന അതേ കളറ് അതേ പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് സേവ് ചെയ്തിരിക്കുന്ന ഫയലിലും കിട്ടിയിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളത് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും നമ്മൾ ഇതേപോലെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.